ഹായ് വിവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ബിഗോണിയാസ് വെറൈറ്റീനെ കുറിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. ഫസ്റ്റ് കാണിക്കുന്ന ബിഗോണിയയുടെ വെറൈറ്റി ഇതാ കണ്ടോളൂ. ഇങ്ങനെയുള്ള ഒരു ലീഫാണ്. ഒരു ഡാർക്ക് ബ്ലാക്ക് കളറുള്ള ഒരു പച്ച കളറാണത്. ബ്ലാക്ക് ഗ്രീൻ എന്നൊക്കെ പറയാൻ നമുക്ക് ആ കളറാണ്. ഇതിൽ ഉള്ളിൽ ബൾബ് ഇട്ട പോലെയാണ് ഇതിൻ്റെ കണ്ടോ നിൽക്കുന്നത്. ഇതൊരു ഷൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു നെറ്റ് പോലെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ലീഫ് വന്നിട്ട് ഒരു റെക്സിൻ്റെ ഒരു ടൈപ്പാണിത്. ലീഫ് കണ്ടോ. ഇതിൻ്റെ തണ്ടിനും കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടു അതിൻ്റെ തണ്ട്, അതിൻ്റെ അടിഭാഗം കണ്ടോ. ഈ ലീഫിൻ്റെ ഒരു മെറൂൺ കളറാണ്. അതിൻ്റെ തണ്ടിലും അതേപോലെ ഒരു വൈറ്റ് ആൻഡ് മെറൂൺ ആണ് അതിൻ്റെ മുള്ളു പോലെ ഇങ്ങനെ വന്നിരിക്കുന്നത്. കണ്ടോ കാണാൻ എന്തൊരു ഭംഗിയാണ്, എന്തൊരു അഴകാണിത് കാണാൻ. ബിഗോണിയാസ് എല്ലാം തന്നെ നല്ല ഭംഗിയാണ്. പൂക്കളുള്ളതുകൊണ്ട് ഇതിൽ ഫ്ലവറിങ് ആയിട്ടില്ല, ഇതിൽ ഫ്ലവർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റിയിലേക്ക് നമുക്ക് പോവാം. ഇതാണ് നമ്മളുടെ അടുത്ത വെറൈറ്റി. ഇതിന് നടുവിൽ കൂടെ വന്നിട്ട് ഇതിങ്ങനെ ഒരു പിങ്ക് കളറ് സൈഡ്, അതിൻ്റെ സൈഡിലൊരു ഗ്രീന്, അതിൻ്റെ സൈഡിലൊരു വൈറ്റ്, ഉള്ളിൽ കോഫി കളർ വന്നിട്ടാണ് ഈ വെറൈറ്റിയുടെ ലീഫ്. കണ്ടോ ഇതിൻ്റെ ലീഫ് നേരെ നോക്കൂ, സൂം ചെയ്തിട്ട് കണ്ടു നോക്കൂ ഇതിൻ്റെ ഭംഗി. സൂം ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ കഴിയും ഇതിൻ്റെ ഭംഗി. ഒരു റെഡ്, പിങ്ക്, വൈറ്റ്, ഗ്രീന്, അതിൽ കോഫി കളറൊക്കെ വന്നിട്ടുള്ളൊരു കളറാണിത്. നല്ല ഭംഗിയാണ് ഇതും കാണാൻ. ഇതിൻ്റെ പ്രൊപ്പഗേഷനും ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എല്ലാം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇനി നമ്മളുടെ അടുത്ത വെറൈറ്റി ഇതൊരു ടൈപ്പ് ബിഗോണിയ തന്നെയാണ്. കണ്ടോ ഇതിൻ്റെ ഫ്ലവറിന് ലീഫിനൊക്കെ വ്യത്യാസമുണ്ട്. ഇതിലൊക്കെ ഒരു ഞരമ്പ് പോയതിൻ്റെയാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. അതിലൊരു വെൽവെറ്റിൻ്റെ ഒരു ടൈപ്പ് പോലെയാണ് ഇതിൻ്റെ ലീഫ്. പൊങ്ങി, അതായത് പഫായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ എല്ലാം. ഇതെല്ലാം പഫായിട്ട് നിൽക്കുന്നത് കണ്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ്. കണ്ടില്ലേ. ഇതിലും ഫ്ലവറിങ് തുടങ്ങും. അതായത് ഫ്ലവറിങ് തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കണ്ടു ഫ്ലവറിങ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് ഫ്ലവറിങ് കഴിഞ്ഞു. എനിക്ക് അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ആ ചെടിയുടെ ഭംഗി, ശരിയായിട്ടുള്ള ഭംഗി. ഇനി അടുത്തൊരു ചെടിയിലേക്ക് പോവാം. ഇതൊക്കെ എൻ്റെ അടുത്ത് കിട്ടിയിട്ട് കുറച്ച് അധികം സമയമായിട്ടില്ല. ഈ ഒരു ചെടി കിട്ടിയിട്ട് ഒരു 1-2 മാസമായിട്ടേ ഉള്ളൂ. ചെറിയ ഒരു ലീഫാണ്. അതിൽ വന്നിട്ട് കാണാനും നല്ല ഭംഗിയാണ്. സീബ്ര പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈന് പോയിട്ടുള്ളൊരു ഇത്. ഇതിനും അതിൻ്റെ പിൻഭാഗം കാണാനുണ്ടോ. ഇങ്ങനെ 2 ഷെയ്ഡായിട്ടാണ് ഇതിൻ്റെ പിൻഭാഗം കാണുന്നത് നമ്മൾ. ഒന്ന് ഗ്രീന് ആൻഡ് മെറൂൺ കളറിലാണ് ഇതിൻ്റെ ബാക്ക് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു വെറൈറ്റി. കണ്ടോ ഇത് ഗ്രീൻ കളറാണ്. ഇത് കംപ്ലീറ്റും ഗ്രീനാണ്. അതിലൊരു വൈറ്റ് ഫ്ലവർ, വൈറ്റ് ഫ്ലവറിൽ വന്നിട്ട് ഒരു യെല്ലോ, നടുവിലൊരു ചെറിയൊരു കുട്ടി ഫ്ലവറും കൂടെ ഇതിൻ്റെ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഭംഗി. ഇതിന് അധികം വ്യത്യാസങ്ങളൊന്നുമില്ല. അടിയും പുറം എല്ലാം ഒരേ കളറ് തന്നെയാണ്. കണ്ടോ. പക്ഷേ ഇതിൻ്റെ പൂക്കൾ ഈ പച്ചയിൽ ഇങ്ങനെ വെള്ള പൂക്കളുണ്ടായി നിൽക്കുമ്പോൾ അതൊരു നല്ലൊരു ഭംഗി തന്നെയാണ്. കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയിലോട്ട് പോവാം. ഇതാണ് അടുത്ത വെറൈറ്റി. കണ്ടോ വളരെ എനിക്കിഷ്ടപ്പെട്ടൊരു കളറാണിത്. ഇതിനൊരു ഡാർക്ക് റെഡും അല്ല, ഒരു പിങ്കും അല്ല, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ഈ ഫ്ലവറിന് വരുന്നത്. അതിൻ്റെ ലീഫ് വന്നിട്ട് കോഫി കളറാണ്. നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഹൈബ്രിഡ് ബിഗോണിയാണ് ഇത്. കണ്ടോ ഇതിൻ്റെ അടിഭാഗം ഇത് തന്നെയാണ് കളറ്. കണ്ടോ ലീഫിൻ്റെ എന്താണോ കളറ് അത് തന്നെയാണ് അടിഭാഗം ഇതിൻ്റെ കളറ് കാണുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ്. അടുത്തൊരു വെറൈറ്റീനെ നമുക്ക് പരിചയപ്പെടാം. ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ട റെഡ് പിങ്ക് പൂവിനെ പോലെ തന്നെയാണ്. ഇതിൻ്റെ വൈറ്റ് ഫ്ലവറാണ്. പക്ഷേ ഇതിൻ്റെ ലീഫിന് കുറച്ച് ഒരു ചെറിയൊരു കോഫി കളർ വന്നിട്ടുണ്ട്. ഒരു ഗ്രീനിൽ കോഫിയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത്. ഒന്നും കൂടെ കളറ് വരും. അപ്പോൾ നമ്മൾ അത് കാണിച്ചതും ഇതിലും ശകലം വ്യത്യാസമേ ഉള്ളൂ. ഫ്ലവറിൽ വൈറ്റ് കളർ ഫ്ലവറാണെന്ന് മാത്രം. ഇതിൻ്റെ അടിവശം സെയിം തന്നെയാണ്. മേലെ എന്താണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ അടിവശത്തും. നല്ല ബുഷിയായിട്ടൊക്കെ നിർത്താൻ പറ്റുന്ന നല്ല ഫ്ലവറാണ്. അപ്പോൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് ഗ്രീൻ ആൻഡ് റെഡാണ്. കണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 കളർ ബിഗോണിയാസ് ഫ്ലവറിങ്ങിലാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടതാണ്. ആ പിങ്ക് കളറും ഈ ഗ്രീൻ റെഡും. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളറ്. ഇതൊക്കെ ഹൈബ്രിഡാണ്. കണ്ടില്ലേ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി, കൊലകൊലകളായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി. എപ്പോഴും ഉണ്ടാവും. മഴ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് എപ്പോഴും ഇനി അടുത്ത മഴ വരുന്ന വരെ ഇതിനകത്ത് ഫ്ലവറിങ് ഉണ്ടാവും. നല്ല ഭംഗിയുള്ള. ഇതിൻ്റെയും അടിഭാഗം കളർ വ്യത്യാസമൊന്നുമില്ല. ഫ്രണ്ട് കാണുന്ന അതേ ലീഫ് തന്നെയാണ് നമുക്ക് ബാക്കിലും കാണാൻ കഴിയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കുട്ടപ്പൻ ഫ്ലവർ. അപ്പോൾ അടുത്ത ബിഗോണിയ ഇതാണ്. ഇതൊരു ലൈറ്റ് ഗ്രീനാണ്. അതിൽ മെറൂണും ഒരു ചെറുതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫ്ലവറിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഫ്ലവർ ഡബിൾ ഷെയ്ഡാണ്. കണ്ടോ ഡബിൾ ഷെയ്ഡ് പെറ്റൽസ് വന്നിട്ട് ഇതിൻ്റെ ഇതിനകത്തൊരു ഫ്ലവറും കൂടെ ഉണ്ട്, ചെറിയ ഫ്ലവർ. അത് വന്നിട്ട് യെല്ലോ ആണ്. നല്ല ഭംഗിയുള്ള
നല്ലൊരു പുതിയൊരു വെറൈറ്റി ബിഗോണിയാണ് ഇത്. ഇത് നോക്കൂ, നമ്മുടെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ബിഗോണിയ. എന്ത് ഭംഗിയാണ് കാണാൻ, നിറഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി നമുക്ക് എത്ര ആസ്വദിച്ചാലും മതിയാവില്ല. ഉണ്ടോ, നല്ല ഭംഗിയിൽ നല്ല ചന്തത്തിൽ. ഇതിൻ്റെ ലീഫ്, ചില ലീഫുകളിലൊക്കെ കണ്ടില്ലേ, ഒരു ഗ്രീന് പിങ്കിൽ വന്നിട്ട് ഒരു ഗ്രീൻ ഇങ്ങനെ ഞരമ്പ് പോലെ പോയിട്ട് കണ്ടോ. നല്ല ഭംഗിയാണ് ഇതിൽ കാണാൻ വേണ്ടിയിട്ട്. നല്ല ചന്തമുള്ള നല്ല അഴകുള്ള കോഫി ആൻഡ് ഒരു പിങ്ക് കളർ. ഇനി നമുക്ക് അടുത്ത വെറൈറ്റി, ഇതൊരു കുട്ടപ്പൻ വെറൈറ്റി തന്നെയാണ്. കണ്ടോ, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ലീഫ് കണ്ടോ. ഇതൊരു സിൽവർ കളറാണ്. സിൽവർ പറഞ്ഞാൽ പക്ക സിൽവർ കളറാണ്. ഒരു ഷൈനിങ് ഉണ്ട് ഇതിൽ. നല്ല സോഫ്റ്റുമാണ്, എന്നാൽ ഒരു വെൽവെറ്റിൻ്റെ ഒരു ടൈപ്പ് ആണ് ഇത്. ലീഫ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുക. ഇത് നോക്കൂ, ഇതിൻ്റെ ഭംഗി. ഇതിൻ്റെ അടിവശമാണ് ഇത്. കണ്ടോ, ഇതിൻ്റെ ഭംഗി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് അതിൻ്റെ ഭംഗി ആസ്വദിക്കുക. ഫ്രണ്ടിലെ വേറൊരു ഭംഗി, ഇതിൻ്റെ ബാക്ക് വേറൊരു ഭംഗിയാണ്. രണ്ട് സൈഡ് നമുക്ക് നല്ല ഭംഗി തരുന്ന ചെടിയാണിത്, ബിഗോണിയ. രണ്ട് സൈഡ് ഒരേപോലെ ഭംഗി കിട്ടുന്ന ഒരു ചെടി ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും നല്ലത് ബിഗോണിയയിലെ. കണ്ടോ, ബിഗോണിയുടെ ഫ്രണ്ടും ബാക്കും കൂടെ കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. നോക്കൂ, അതിൻ്റെ ഞരമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഇനി ഇവൻ മെല്ലെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഭംഗി. കണ്ടില്ലേ, നല്ല രസമല്ലേ. ഇനി അടുത്തൊരു വെറൈറ്റി. ഇതിൻ്റെ ലീഫ് വന്നിട്ട് ലോങ് ലീഫാണ്. കണ്ടോ, നീളം വന്നിരിക്കുന്നത് കണ്ടോ. ഒരു ഡാർക്ക് പച്ച കളർ, കരിമ്പച്ച എന്നൊക്കെ പറയുന്ന അതേ കളറാണ് ഇത്. കണ്ടില്ലേ, കരിമ്പച്ച. ഇതിൻ്റെ പുറക് ശരിക്ക് മെറൂൺ കളറാണ്. ഇതാണ് ഇതിൻ്റെ ഭംഗി. പക്ഷേ ഇതിൻ്റെ ലീഫ് വന്നിട്ട് ഇതേപോലെ നല്ല നീളത്തിലുള്ള ലീഫുകളായിരിക്കും. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ നിറയെ. ഇവിടെ നിന്നെല്ലാം പൂക്കൾ വരും, കൊലകൊലകളായിട്ടുള്ള പൂക്കളാണ് ഇതിന് വരിക. കണ്ടില്ലേ, ഇതിൻ്റെ പുറകുവശം കണ്ടോ, നല്ല ഭംഗി. ഇതിൻ്റെ തളിര് ലീഫ് നോക്കൂ, അതിനേക്കാൾ ഭംഗിയാണ് കാണാൻ നമുക്ക്. അടുത്ത വെറൈറ്റി ബിഗോണിയ ഇതാ. ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകത. ഇതിൻ്റെ ലീഫിൽ വന്നിട്ട് ഇതേപോലെ ഒരു ഡോട്ട് റൗണ്ടായിട്ട് ഗ്രീനിൽ വന്നിട്ട് വൈറ്റ് ഡോട്ടുകളാണ്. കണ്ടില്ലേ, നമ്മൾ 0 എന്ന് എഴുതി വെച്ച പോലെ ഉണ്ടാവും ഇതിൻ്റെ ഡോട്ടുകൾ. ശരിക്കും ഒരു 0 തന്നെയാണ്, ഒരു ഡോട്ട് എന്നല്ല പറയാൻ പറ്റുക. നമുക്ക് പെട്ടെന്ന് നോക്കി ഒരു 0 ആയിട്ട് തോന്നും. കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് കാണാൻ. ഉണ്ടോ, അതതിൻ്റെ തളിര് വരുന്നതാണ്. തളിര് വരുമ്പോൾ അതിൽ ഡോട്ടില്ല. അത് കഴിഞ്ഞ് ചെടി ലീഫ് കുറച്ച് മെച്ചോർഡ് ആവുന്ന സമയത്താണ് അതിൽ ഡോട്ട് കാണാൻ തുടങ്ങുന്നത്. ഈ സമയത്ത് നമുക്ക് ഡോട്ട് കാണാൻ സാധിക്കില്ല. ഇതും നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ്. കണ്ടില്ലേ. അപ്പോൾ അടുത്തൊരു വെറൈറ്റി ബിഗോണിയ ഇതാണ്. ഇത് നല്ല ഭംഗിയാണ് കണ്ടോ കാണാൻ. ഇതിൻ്റെ അടിവശവും നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ കാണുന്നത് കണ്ടോ. ഇതാണ് അതിൻ്റെ അടിവശം. 2-3 ഷെയ്ഡായിട്ട് അതിലിങ്ങനെ ഞരമ്പ് പോലെ ഇങ്ങനെ പോയിട്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗി തന്നെയാണ്. നല്ലൊരു ബിഗോണിയ. ഇതൊക്കെ നിങ്ങൾക്ക് ബുഷിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന ബിഗോണിയാണ്. കുറച്ച് കെയറിങ്ങേ വേണ്ടൂ, വാട്ടറിങ് അധികം ഇതിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത വെറൈറ്റി നമ്മുടെ ഫസ്റ്റ് പരിചയപ്പെട്ട വെറൈറ്റിയുടെ ഏകദേശം ലുക്കൊക്കെ തോന്നിക്കുന്ന ഒരു വെറൈറ്റിയാണ്. പക്ഷേ അതിൻ്റെ നടുവിലാണ് ഫസ്റ്റ് വെറൈറ്റിയുടെ ഒരു ബൾബ് പോലെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ബൾബ് പോലെ ഇല്ല, എന്നാൽ ഒരു ഗ്രീൻ പച്ച കളറിലൊരു ഡോട്ട് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയൊരു വേവ്സ് ഞരമ്പൊക്കെ പോയി. അതും കാണാൻ നല്ല ഭംഗി ഉള്ളൊരു ചെടി തന്നെയാണ്. കണ്ടോ, ഇതിൻ്റെ പുറം അധികം എല്ലാ കളറിനെ പോലെ അതേ സെയിം കളർ തന്നെയാണ്. പുറകുവശം അത്ര ഭംഗിയൊന്നുമില്ല കാണാൻ. ഇതിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെ തന്നെയാണ് കാണാൻ ഇതിൻ്റെ ഭംഗി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് വെറൈറ്റി ബിഗോണിയ. കണ്ടോ, ഇത് ഒരു പിങ്ക് കളറാണ്, കോഫി ബ്രൗൺ കളറാണ് ഇതിൻ്റെ ലീഫ്. ലോങ് ലീഫാണ്, കാണാൻ നല്ല ഭംഗി. ഒരു സൈഡിലേക്ക് പോകുന്ന ലീഫാണ്. ഈ ലീഫ് കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോലെയുള്ള ലീഫാണ്. ഇതിൻ്റെ പ്രത്യേകത അതാണ്. ഈ ലീഫ് മറ്റേ ലീഫിനെ പോലെ റൗണ്ടിലോ ഒരു ഓവൽ ഷേപ്പിലോ ഒന്നുമല്ല. ഇത് നമ്മൾ പകുതി കട്ട് ചെയ്ത് വെച്ച പോലെയുള്ളൊരു ലീഫാണ്. കണ്ടില്ലേ, ഇതാ ഇവിടെ വരുന്ന ലീഫുകളെല്ലാം കണ്ടോ, ഹാഫായിട്ടേ നമുക്ക് ഈ ലീഫിനെ കാണാൻ സാധിക്കുള്ളൂ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള നല്ല ഫ്ലവറിങ് ഉണ്ടാവുന്ന ഒരു ബിഗോണിയാണ് ഈ ടൈപ്പ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പോട്ടിംഗ് മിക്സ് വേറെ ഒന്നുമില്ല, കാര്യമായിട്ട് നമ്മൾ എന്താണോ പോട്ടിംഗ് മിക്സ് കൊടുക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ ചകിരിച്ചോറ് നിങ്ങൾ കുറവായിട്ട് ഇട്ട് കൊടുക്കുക. ചകിരിച്ചോറ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുന്ന സമയത്ത് ചെടി പെട്ടെന്ന് അളിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചകിരിച്ചോറ് നിങ്ങൾ കുറച്ചിട്ട് മറ്റുള്ള ഫെർട്ടിലൈസർ നിങ്ങൾ കൂട്ടിയിട്ട് ഞാൻ മുമ്പത്തെ പറഞ്ഞ പോലെയുള്ള അതേ റേഷ്യോയിൽ നിങ്ങൾ കൊടുക്കുക. ചകിരിച്ചോറ് കുറയ്ക്കുക. എല്ലുപൊടി നല്ലോണം ഇട്ട് കൊടുക്കുക, ചാണകപ്പൊടി. അപ്പോൾ നന്നായിട്ട് പൂക്കളും നല്ല ലീഫുകളും നല്ല ഭംഗിയുള്ള ലീഫുകളായിട്ട് നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇതെല്ലാം അവരുടെ വീട്ടിൽ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളുടെ അടുത്ത് ഞാനൊരു 16 വെറൈറ്റി ബിഗോണിയാസാണ് കാണിച്ചത്. ഇനിയുണ്ട് ബിഗോണിയാസ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മളുടെ അടുത്ത് ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ വന്ന് പോയിട്ടുള്ള ബിഗോണിയാസ് ഇതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.